ലോ നമ്പർ 13 നമ്മുടെ MCC ലോസ് 13 ഇന്നിങ്സിനെ പറ്റി പറയുന്നത്. ഇന്നിങ്സ് ആൻഡ് റിസൾട്ട്സ്. നമ്പർ ഓഫ് ഇന്നിങ്സ് ഫോർ എ മാച്ച് ഷാൽ ബി 1 or 2 innings ഫോർ ഈച്ച് സൈഡ് അക്കോർഡിംഗ് ടു ദ എഗ്രിമെൻറ്റ് റീച്ച് ബിഫോർ ദ മാച്ച്. അപ്പോൾ 1-2 ഇന്നിങ്സിൻ്റെ ഒക്കെ മാച്ച് അത് നമ്മൾ കാണാറുണ്ടല്ലോ. T20 ആയാലും 1 day ഒക്കെ ആണെങ്കിലും ഒരു ഇന്നിങ്സ് ആണല്ലോ ഓരോ ടീമിന്. മറ്റേ ടെസ്റ്റ് ആണെങ്കിൽ 2 ഇന്നിങ്സ് ഉണ്ടാവും. ഇറ്റ് മേ ബി അഗ്രീഡ്, അത് ബിഫോർ ദ മാച്ച് അഗ്രി ചെയ്യുന്നു. It may be agreed to limit any innings to a number of hours or to a period of time if such an agreement is made. അതായത് ഇത്ര ഓവേഴ്സിനോ ഇപ്പോൾ നമ്മൾ ഇത്ര ദിവസത്തേക്ക് കളിയെന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഇന്നിങ്സ് ഇത്ര ഓവേഴ്സിനെന്നൊക്കെ പറയാം. ഇന്നിങ്സ് ഇത്ര ഓവേഴ്സിനല്ല, 5 ദിവസം മാക്സിമം കളിയുണ്ട്, അപ്പോൾ അതങ്ങനെ പോകും. അതങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഓവേഴ്സ് വെച്ചാണ് ഒരു ഇന്നിങ്സ്. ഇപ്പോൾ T20 ആണെങ്കിൽ 20 ഓവർ ടീമിന്. അപ്പോൾ അതാണ് സംഭവം. ഇഫ് സച്ച് ആൻ അഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ്, ദെൻ in a one innings match a similar agreement shall apply to both innings. അറിയാലോ, ഇപ്പോൾ ഒരു 1 day മാച്ച് ആണെങ്കിൽ 50 ഓവർ ഫസ്റ്റ് ടീമിനുണ്ടെങ്കിൽ 50 ഓവർ സെക്കൻഡ് ടീമിനുണ്ടാവും. In 2 innings match similar agreement shall apply to the first innings of each side or to second innings of each side. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡബിൾ ഇന്നിങ്സ് കളിക്കണമെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിന് ഇപ്പോൾ സപ്പോസ് വേണമെങ്കിൽ റൂൾസ് വയ്ക്കാം. ഫസ്റ്റ് ഇന്നിങ്സിന് ഒരു പർട്ടിക്കുലർ റൂൾ വയ്ക്കുന്നു, ഇത്ര ഓവറിനാണെന്ന് വയ്ക്കുന്നു. സെക്കൻഡ് ഇന്നിങ്സ് ഇത്ര ടൈമാണെന്ന് പറഞ്ഞ് വയ്ക്കുന്നു. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ ബോത്ത് ഇന്നിങ്സിന് ഒരേ ടൈപ്പ് റൂൾ. ഫോർ ബോത്ത് 1 innings and 2 innings മാച്ചസ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിൻ ദ റിസൾട്ട് വെദർ വെൻ നൈദർ ഓഫ് ദ ലോസ്. അതിന് പഠിക്കാൻ പോണ ലോസ് കേട്ടോ. എ വിൻ 2 innings മാച്ച്, എ വിൻ 1 innings മാച്ച് 16th ലോയിലൊക്കെ വരുന്നത്. അപ്പോൾ വിന്നിങ് ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ, റിസൾട്ടിന് ക്രൈറ്റീരിയ എങ്ങനെയാണ് റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പോൾ 3 ദിവസം ഒരേ ടീം തന്നെ ബാറ്റ് ചെയ്തു, അൺലിമിറ്റഡ് ഓവേഴ്സ് കളിച്ചു, അതിൻ്റെ റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇന്നിങ്സ്. ഇൻ എ 2 innings മാച്ച് ഈച്ച് സൈഡ് ഷാൽ ടേക്ക് ദർ ഇന്നിങ്സ് ഓൾട്ടർനേറ്റ്ലി എക്സെപ്റ്റ് ഇൻ കേസസ് പ്രൊവൈഡ് ഫോർ ലോ 14. ഫോളോ ഓണിൻ്റെ ഒക്കെ ഇതിലൊക്കെ അടുപ്പിച്ച് ഒരു ഇന്നിങ്സ് കണ്ടിന്യൂ ഒരേ ടീം തന്നെ. അപ്പോൾ അത് പിന്നെ ഫോർ ഫീച്ചർ ഓഫ് ഇന്നിങ്സ് ഒക്കെ നമ്മൾ പഠിക്കും, അടുത്ത ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതല്ലാത്ത പക്ഷം ഓൾട്ടർനേറ്റ് ആയിട്ട് ഇന്നിങ്സ് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ഇന്നിങ്സ് സൈഡ്സ് ഇന്നിങ്സ് ഈസ് ടു ബി കൺസിഡർഡ് ആസ് കംപ്ലീറ്റ് ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് അപ്ലൈസ്. അപ്പോൾ സൈഡ് ഇന്നിങ്സ് എങ്ങനെ കംപ്ലീറ്റ് ആവും? ദ സൈഡ് ഈസ് ഓൾ ഔട്ട്. ഓൾ ഔട്ട് ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. അറ്റ് ദ ഫോൾ ഓഫ് വിക്കറ്റ് ഓർ റിട്ടയർമെൻറ്റ് ഓഫ് ബാറ്റർ ഫർദർ ബോൾസ് റിമെയിൻ ടു ബി ബോൾഡ് ബട്ട് നോ ഫർദർ ബാറ്റർ ഈസ് അവൈലബിൾ. അതായത് ഇപ്പോൾ ഓൾ ഔട്ട് ആയില്ലെങ്കിലും ഇപ്പോൾ 9 പേര് വെച്ചൊക്കെ ചിലപ്പോൾ കളിക്കും. ഒരാളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി തീർന്നു. അപ്പോഴും ഇത് മീൻസ് ആ ഇന്നിങ്സ് തീർന്നു. ക്യാപ്റ്റൻ ഡിക്ലെയർസ് ഇന്നിങ്സ് ക്ലോസ്. ക്യാപ്റ്റൻ ഇന്നിങ്സ് ഡിക്ലെയർ, ക്യാപ്റ്റൻ ഫോർഫിറ്റ്സ് ഇന്നിങ്സ്. അത് കളിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഒരു ഇതുണ്ട്. അത് ഫോർഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൂൾ ഇതിൽ വരുന്നുണ്ട്. അതിപ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് 13.1.2 ഐദർ ദ പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് ഓവേഴ്സ് ഹാസ് ബീൻ ബോൾഡ് ഓർ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ഹാസ് എക്സ്പയർഡ് ആസ് അപ്രോപ്രിയേറ്റ്. അപ്പോൾ കളി തീരുന്നതിന് ഒന്നുമില്ലെങ്കിൽ പറഞ്ഞ ഓവേഴ്സ് മൊത്തം തീർന്നു, അല്ലെങ്കിൽ പറഞ്ഞ ടൈം തീർന്നു. ഈ ഏതാണ് അപ്രോപ്രിയേറ്റ് അതനുസരിച്ച്. ടോസ്. ദ ക്യാപ്റ്റൻ ഷാൽ ടോസ് എ കോയിൻ ഫോർ ദ ചോയ്സ് ഓഫ് ഇന്നിങ്സ് ഓൺ ദ ഫീൽഡ് ഓഫ് പ്ലേ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് വൺ ഓർ ബോത്ത് ഓഫ് ദ അമ്പയർസ്. അതറിയാലോ, നമ്മൾ ടോസ് ഇടാൻ പോകുമ്പോഴത്തേക്ക് 2 അമ്പയർമാരും അല്ല, 2 അമ്പയറല്ല, ഏതെങ്കിലും ഐദർ അമ്പയർ വേണം, 2 ക്യാപ്റ്റൻസ് ആണ് ഓൺ ദ ഫീൽഡ്. ആ ഫീൽഡ് ഓഫ് പ്ലേ, ആ ഫീൽഡ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ പിച്ചിൻ്റെ അവിടെ തന്നെ പോകണമെന്നില്ല, നമുക്ക് ആ ഗ്രൗണ്ടിൽ എവിടെയും ചെയ്യാം. ഫീൽഡ് ഓഫ് പ്ലേ എന്ന് പറയുന്നതാണ് അവിടെ അകത്താണല്ലോ കളി നടക്കുന്നത്. നോട്ട് ഏർലിയർ ദാൻ 30 minutes. 30 minutes മുമ്പ്, നോട്ട് ലെസ് ദാൻ 15 minutes ബിഫോർ ദ ഷെഡ്യൂൾഡ് ഓർ എനി റീഷെഡ്യൂൾഡ് ടൈം. നോട്ട് ഏർലിയർ ദാൻ 30 minute മുമ്പോ ചെയ്യാൻ പാടില്ല, 15 minute മുന്നേ ചെയ്യുകയും വേണം കളി തുടങ്ങാൻ. ഷെഡ്യൂളോ റീഷെഡ്യൂൾഡ് ടൈം ഉള്ള ഇത്. നോട്ട് ഹവർ ദ പ്രൊവിഷൻ ഓഫ് ലോ 13. ക്യാപ്റ്റൻ്റെ കുറച്ച് ലോ ആണ് 1.3. ക്യാപ്റ്റൻ്റെ കുറച്ച് അധികാരപരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ടീമിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്ന കേസ്. ഡിസിഷൻ ടു ബി നോട്ടിഫൈഡ് ആസ് സൂൺ ആസ് ദ ടോസ് ഇസ് കംപ്ലീറ്റ്. ദ ക്യാപ്റ്റൻ ഓഫ് ദ സൈഡ് വിന്നിംഗ് ദ ടോസ് ഷാൽ ഡിസൈഡ് വെദർ ടു ബാറ്റ് ഓർ ടു ഫീൽഡ് ആൻഡ് ഷാൽ നോട്ടിഫൈ ദ ഓപ്പോസിംഗ് ക്യാപ്റ്റൻ ആൻഡ് ദ അമ്പയേഴ്സ് ഓഫ് ദ ഡിസിഷൻ. അറിയാമല്ലോ, നമുക്ക് ടോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഏത് ക്യാപ്റ്റനെ കിട്ടിയ അയാളെന്ത് പറയും, ഞാൻ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ അല്ലെങ്കിൽ ഫീൽഡിംഗ് ആണോ ചെയ്യണേന്നൊക്കെ പറയും. മീൻസ് നോട്ടിഫൈഡ് ഡിസിഷൻ കിരണം വിജയിച്ചു. ആദ്യം ഡിസിഷൻ പറഞ്ഞു, എന്നിട്ട് കുറച്ച് നേരം അപ്പുറത്ത് നടന്നിട്ട് അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ബാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ബോൾ ചെയ്തോളാം, അങ്ങനെ ഡിസിഷൻ മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള റൂളാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.